പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാകുന്നു: ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ഫേവറും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിന്റെ ഫേവർ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ, ദൈവത്തിന്റെ കരുണ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ അവനൊരു ചരിത്രമായി മാറും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരു ചരിത്രമായി മാറുവാൻ വേണ്ടി പോകുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ കൂടി കടന്നുപോയിരിക്കാം. ജീവിതത്തിൽ ഒരു മാറ്റവും കാണാത്ത വിഷയങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ഇനി ആ വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കയില്ലെന്ന് മാനുഷികമായി നിങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ സീസണിൽ നിങ്ങൾ വലിയ ദൈവിക ഫേവറുകൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. വലിയ ദൈവത്തിന്റെ കരുണ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് നടന്ന് കാണുവാനിടയായിത്തീരും. ഒരു വ്യക്തിയുടെ മേൽ ഫേവർ വീണാൽ അവൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവനൊരു അത്ഭുതമായി മാറും. അവൻ ചലിക്കുന്ന മേഖലകളിൽ മൊത്തം അവനെ ദൈവം ഒരു അടയാളമാക്കി മാറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതി ഞാൻ ഇങ്ങനെ കൈമാറുകയാണ്. നിങ്ങൾ പോകുന്ന മേഖലകളിൽ മൊത്തം നിങ്ങൾ ദൈവത്തിന്റെ ഫേവർ അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ? കർത്താവേ, ഞാൻ നടന്നു പോകുന്ന മേഖലകളിൽ മൊത്തം എനിക്ക് അങ്ങയുടെ ഫേവർ അനുഭവിക്കണം, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് അങ്ങയെ മനസ്സിലാക്കണം. ഞാൻ നടക്കുമ്പോഴും ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ പോകുമ്പോഴൊക്കെ എനിക്ക് അങ്ങയെ മനസ്സിലാക്കി സഞ്ചരിക്കുവാൻ, അങ്ങയുടെ ഡിവൈനാകുന്ന കവറങ്ങൾ നടക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഇന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കും. നീ പോകുന്ന മേഖലകളിൽ മൊത്തം ദൈവം ആരാണെന്ന് നിന്നിലൂടെ തെളിയിക്കപ്പെടുവാനിടയായിത്തീരും. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഒരു ചെറിയ ദൈവവചന ദൂത് ദൈവിക വചനത്തിൽ നിന്ന് കൈമാറിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ദേശം അവസാനം വരെ കേട്ടോ. നിങ്ങളോട് ദൈവം സംസാരിക്കുവാനിടയായിത്തീരും. നമ്മൾക്കറിയാം, ഹോശയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു പദം നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു. നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്. എന്നാൽ യഹൂദ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ച ഒരു ഗ്രഹത്തോട് ദൈവം കരുണ കാണിക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇപ്രകാരമാണ് പറയുന്നത്: അവരെ, യഹൂദ ജനത്തെ, വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് രക്ഷിക്കും. ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അന്ന് കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഉണ്ടാകുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ ഒരു ജനതയുടെ മേൽ എന്റെ കരുണ വെളിപ്പെടുത്തുമ്പോൾ, എന്റെ ഫേവർ വെളിപ്പെടുത്തുമ്പോൾ, ഇങ്ങനെ യുദ്ധത്തിനാവശ്യമായി ഉണ്ടാകേണ്ട കുറെ കാറ്റഗറികളുണ്ട്. ആ കാറ്റഗറികൾ ഒന്നുമില്ലാതെ ഞാൻ അവരെ രക്ഷിക്കും. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു പക്ഷം നിങ്ങളുടെ മുമ്പിൽ ഇന്നും ഫേസ് ചെയ്യുന്ന വിഷയത്തിന് ഇന്ന കാറ്റഗറികൾ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നുണ്ടാകും. എൻ്റെ ബ്രദറെ, ഞാനായിരിക്കുന്ന മേഖലകളിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം, എനിക്ക് എന്താണ് ചെയ്യുകയെന്ന് അറിയുകയില്ല.
ഞാനൊരു ആത്മഹത്യയുടെ വക്കീലാണെന്ന് ആയിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ഡോക്ടേഴ്സ് റിസൾട്ടുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പാടിന്റെ അനുഭവത്തിൽ നിൽക്കുകയായിരിക്കും. എന്നാൽ നിങ്ങളോട് ഞാൻ പ്രവചിച്ച ഒരു ദൈവിക സന്ദേശം കൈമാറാം. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടാൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടാൽ, അവനായിരിക്കുന്ന ഈ അനുഭവം ഏതായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് റിക്വയറായ പല കാറ്റഗറികളും ഇല്ലാതെ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്തുകൊണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്ന് ചിലരോട് ശക്തമേറിയ പ്രവചന ശബ്ദം ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നത് പല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ഫേവർ വന്നു വീഴുന്നതായിട്ടാണ്. ഈ സീസണിൽ ദൈവത്തിന്റെ ഫേവറും ദൈവത്തിന്റെ കരുണ എന്തെന്ന് നീ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫേവർ വന്നാൽ അവൻ പോകുന്ന സ്ഥലങ്ങളിൽ മൊത്തം ദൈവിക സ്വാധീനം വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ദൈവിക അധികാരം അവനിൽ കൂടെ ചലിക്കപ്പെടുവാനിടയായിത്തീരും. അതിന് നിനക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട, നിനക്ക് വലിയ ശക്തിയൊന്നും വേണ്ട. ദൈവത്തോട് കൂടെ നീ ചലിച്ചാ മതി. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ചലിക്കുവാൻ നീ റെഡിയായി നിന്നാൽ, ദൈവത്തോട് കൂടെ മൂവ് ചെയ്യുവാൻ നീ റെഡിയായി നിന്നാൽ, നിന്നെ എൻ്റെ ദൈവത്തിന് ഒരത്ഭുതമാക്കാൻ പറ്റും. നമ്മൾക്കറിയാം, മോശ എന്ന വ്യക്തി ദൈവത്തോടുകൂടെ ചലിച്ചത് കാരണം അവൻ വിക്കനായിരുന്നു. അവന്റെ മുൻപിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, മോശെ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇങ്ങനെയുള്ള ദൈവമാണ് നിന്നെ പറഞ്ഞയക്കുന്നത്. നോക്കുക, അവൻ ചെന്ന് ഫൈറ്റ് ചെയ്യുന്നത് നോർമലായ ഒരു രാജ്യത്തിന്റെ മുൻപിലല്ല. ഇവൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുപ്രീം പവർ എന്നറിയപ്പെടുന്ന ഈജിപ്തിനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി പോയത്. എന്നാൽ ദൈവത്തിന്റെ ദയ അവന്റെ മേൽ ഉള്ളത് കാരണം, ദൈവത്തിന്റെ കരുണ അവനോടുകൂടെ ചലിക്കുന്നത് കാരണം, എന്ത് പ്രയാസങ്ങൾ, എന്ത് പ്രതികൂലങ്ങൾ, എന്ത് ഭാരങ്ങൾ അവന്റെ മുൻപിൽ വെളിപ്പെട്ട് നിന്നാലും ദൈവം അവനോട് കൂടെയുണ്ടെന്ന് എല്ലാ മേഖലകളിലും തെളിയിക്കുവാനിടയായിത്തീർന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ കൈമാറാം. ഈ സീസണിൽ നിങ്ങൾ നടക്കുന്ന മേഖലകളിൽ, നിങ്ങൾ പോകുന്ന അനുഭവങ്ങൾ, അതൊരുപക്ഷെ ഇന്റർവ്യൂ ആകാം, അതൊരുപക്ഷെ ബിസിനസ് ആകാം, അതൊരുപക്ഷെ ലോണാകാം, അത് നിങ്ങളുടെ ജീവിതത്തോടനുബന്ധിച്ചുള്ള ഏത് മേഖലകളിലായിരിക്കാം. നിങ്ങൾ പോകുന്ന മേഖലകളിൽ മൊത്തം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ഫേവർ നിന്നോട് കൂടെ ഇന്ന് തൊട്ട് വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിച്ചോ. ഈ സീസണിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അത് കാണുവാനിടയായിത്തീരും. ശക്തമേറിയ ദൈവിക അഭിഷേകത്തിൽ നിന്നുകൊണ്ടും ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ടും ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഈ സീസണിൽ ദൈവം നിങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഭവനങ്ങളിലിരുന്ന് സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിന്റെ മേൽ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ടല്ലോ. അതുമാത്രമല്ല, രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് ഇനി ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുമോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ. പല വ്യക്തികൾ അഡിക്ഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുണ്ടല്ലോ. ഇവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഈ സീസണിൽ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്നു ചേരുകയാണ്. ആ പ്രതിസന്ധികളിൽ നിന്ന്, ആ പ്രതികൂലത്തിൽ നിന്ന് നിന്നെ അത്ഭുതകരമായി നീ അത്ഭുതകരമായി
ദൈവം നിന്നെ വിടുവിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് ശക്തമേറിയൊരു ദൈവപ്രവൃത്തി നമ്മൾക്ക് അവിടെ കാണുവാൻ പറ്റുന്നു. യഹൂദ ജനം ഒരു കാലയളവിൽ ഹിസ്കിയ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അശ്ശൂർ രാജാവ് കടന്നു വന്നിട്ട് യഹൂദ ജനത്തെ മൊത്തം വളയുവാനിടയായിത്തീർന്നു. ഹിസ്കിയാവിന്റെ മുൻപിൽ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഹിസ്കിയാവ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനിടയായിത്തീർന്നു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒറ്റ ഓപ്ഷൻ ഇല്ലെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന ഒറ്റ വഴികളില്ലെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പറ്റുമോ അവിടെ നിന്ന് അത്ഭുതകരമായ വഴികൾ, ഞാനിത് പറയുമ്പോൾ വഴികളില്ലാത്തടത്ത് പുതിയ വഴികൾ വ്യക്തികൾക്ക് വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വഴികളില്ല, ഇനി വഴികൾ തുറക്കുവാനും സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ടല്ലോ, അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്കു വേണ്ടി സ്പെഷ്യലായ വഴികൾ ഇന്നു തൊട്ട്, ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ കൺമുൻപിൽ കാണത്തക്ക രീതിയിൽ എന്റെ ദൈവം തുറന്നു തരികയാണ്. വിശ്വാസത്തോടുകൂടി ഈ വാക്കുകളെ നിങ്ങൾ സ്വീകരിച്ചോ, അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വഴികളില്ലാത്തടത്ത് വഴികളെ തുറന്നു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണി തൊട്ട് 10 മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതി സൂം മീറ്റിംഗിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെന്നുള്ളതാ ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഹിസ്കിയ രാജാവ് വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് അവൻ മാനുഷികമായി ചലിക്കാതെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും മാനുഷികമായി നിങ്ങൾ മൂവ് ചെയ്യരുത്. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം നിങ്ങൾ മൂവ് ചെയ്താൽ, നിങ്ങൾ ചലിച്ചാൽ, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കരുണ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഹിസ്കിയാവ് ദൈവമുഖത്തേക്ക് നോക്കി. ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, എന്റെ ഉത്തരവാദിത്വം ജീവനുള്ള ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കാണും ഈ സീസണിൽ നിങ്ങൾ കാണും. അശ്ശൂർ രാജാവ് ദൈവത്തെ കളിയാക്കി. അശ്ശൂർ രാജാവ് ഹിസ്കിയാവിനോടും യഹൂദ ജനത്തോടും പറഞ്ഞു, ഹിസ്കിയാവ് പറയുന്ന ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കരുത്, അവൻ നിങ്ങളെ കളിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ദൈവം മുഖത്തേക്ക് അവൻ നോക്കിയത് കാരണം വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ യുദ്ധം കൊണ്ടോ വില്ലുകൊണ്ടോ വാളുകൊണ്ടോ യഹോവ യുദ്ധം ചെയ്യാതെ, ആമേൻ, യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായ അശ്ശൂരിന്റെ 1,85,000 പേര് വരുന്ന സൈന്യത്തെ ഒരു ദൂതൻ ഒറ്റ രാത്രി ഇറങ്ങി നശിപ്പിച്ചു കളവാനിടയായിത്തീർന്നു. നമ്മളുടെ ദൈവത്തിന്റെ മുമ്പിൽ വഴികളുണ്ട്, നമ്മളുടെ ദൈവത്തിന്റെ മുമ്പിൽ സൈന്യമുണ്ട്, നമ്മളുടെ ദൈവത്തിന്റെ മുമ്പിൽ ദൂതന്മാരുണ്ട്. ഏതാണോ നിനക്ക് വേണ്ടത് അത് നിന്റെ ജീവിതത്തിൽ പകർന്നു തന്ന് നിന്നെ അത്ഭുതകരമായി ആ വിഷയത്തിൽ നിന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേലും ദൈവാത്മാവ് ചലിക്കുകയാണ്. അസാധാരണമാകുന്ന രീതിയിൽ നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ, നിന്നെ ഒരു സ്വാധീനമാക്കുവാൻ, നിന്റെ മേലുള്ള ദൈവിക അധികാരം എന്തെന്ന് വെളിപ്പെടുത്തുവാൻ
അങ്ങനെയുള്ള കാഴ്ചയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത്. പ്രാർത്ഥിച്ചോ, ഈ സീസണിൽ നിങ്ങളുടെ മേൽ നടന്നു കാണുവാനിടയായിത്തീരും. പലരുടെ മേലും ദൈവത്തിന്റെ കരുണ ഇന്ന് തൊട്ട് കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടട്ടെ. ഇവരുടെ സമ്പത്തിന്റെ മേൽ, ഇവരുടെ ആരോഗ്യത്തിന്റെ മേൽ, ഇവരുടെ ബിസിനസിന്റെ മേൽ, ഇവരുടെ ജോലിയുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മേൽ ദൈവത്തിന്റെ ഫേവറുകളെ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. ഈ സീസണിൽ അവർ കാണട്ടെ. അത് അത്ഭുതകരമായി, ഇവരുടെ അത്ഭുതമായി മാറാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളുടെ ആരാധനകൾ, നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ എല്ലാ ഞായറാഴ്ചയും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മീറ്റിംഗ് ആയിരിക്കും ആ മീറ്റിംഗുകൾ. പ്രേക്ഷകർ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. എന്റെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സീസണിൽ ദൈവത്തിന്റെ കരുണ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.